നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വൃശ്ചിക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ്. നാളെ വൃശ്ചിക മാസത്തിലെ പൗർണമി കഴിഞ്ഞു വരുന്ന അഷ്ടമി നാളാണ്. അത് സാക്ഷാൽ വൈക്കത്തഷ്ടമി നാളാണ്. നാളത്തെ ദിവസം ഭഗവാൻ മഹാദേവൻ തൻ്റെ പൂർണ്ണ രൂപം കൈക്കൊണ്ട് ഭക്തരെ കാണാനായി മലയാള മണ്ണിലെത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഓം നമഃശിവായ ചൊല്ലാൻ മറക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ മഹാദേവൻ ഇറങ്ങി വന്ന് നിങ്ങൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് വരമായിട്ട് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. എന്ത് സങ്കടമുണ്ടെങ്കിലും നാളെ ഈ സമയത്ത് ഓം നമഃശിവായ ചൊല്ലി നിങ്ങൾ മഹാദേവനോട് പറഞ്ഞാൽ അതിന് പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാകും. ഈ അപൂർവ അവസരം, ഈ അത്യപൂർവ ഈ സൗഭാഗ്യ നിമിഷം ആരും വിട്ടുകളയരുത് കേട്ടോ. എല്ലാവരും നാളെ ഞാൻ ഈ പറയുന്ന സമയങ്ങളിൽ ഓം നമഃശിവായ ചൊല്ലണം. അന്നദാന പ്രഭുവാണ്, ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവുകയില്ല. നിങ്ങൾ എന്ത് സങ്കടം ഭഗവാനോട് പറഞ്ഞാലും അതെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ച് അനുഗ്രഹം നൽകി ഭഗവാൻ മടങ്ങുന്നതായിരിക്കും. അപ്പം നാളെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ആരാണ് വൈക്കത്തപ്പൻ, അല്ലെങ്കിൽ വൈക്കത്തപ്പൻ്റെ ഭാവം എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ക്ഷിപ്രപ്രസാദിയാണ്, കരുണാമയനാണ്, അന്നദാന പ്രഭുവാണ്. ഭഗവാൻ എന്ന് പറയുന്നത് ഈ 3ഉം ചേരുന്നതാണ്. രാവിലെ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഉച്ചയ്ക്ക് കിരാതമൂർത്തി ഭാവത്തിലാണ്. രാത്രിയിലാണെങ്കിൽ സാംബശിവ ഭാവത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ 3 ഭാവങ്ങൾ ചേർന്ന് 3 രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ചേരുന്ന ഒരു സമ്മിശ്രം എല്ലാം ചേർന്ന രൂപമാണ് സാക്ഷാൽ വൈക്കത്തപ്പൻ്റേത് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും നമ്മളെ ഒരിക്കലും കൈവിടാതെ നേടിത്തരുന്ന ദേവനാണ് വൈക്കത്തപ്പൻ എന്ന് പറയുന്നത്. നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന സമയങ്ങൾ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. രാവിലെ 4:30-നും 6:15-നും ഇടയിലുള്ള സമയം, അതായത് രാവിലെ 4:30-നും 6:15-നും ഇടയിലുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്ത സമയമാണ്. നാളെ 4:30-ക്കും വെളുപ്പിനെ 4:30-ക്കും 6:15-നും ഇടയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് ആ ഒരു സമയത്ത് വിളക്ക് കത്തിക്കാൻ പറ്റുമെങ്കിൽ വിളക്ക് കത്തിച്ചുകൊണ്ട്, ഇല്ല അതിന് പറ്റുന്നവരല്ല, രാവിലെ അതിന് ഇടമുള്ളവരല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരിടത്ത് മനസ്സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് ഓം നമഃശിവായ എന്ന് 108 തവണ ജപിക്കുക. ഭഗവത് സാന്നിധ്യം നമ്മുടെ മലയാളക്കരയിൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് നാളെ രാവിലെ 4:30-ക്കും 6:15-നും ഇടയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് കിടക്കപ്പായിൽ ഇരുന്നുകൊണ്ട് തന്നെ ആയാലും കുഴപ്പമില്ല, ഒന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരുന്ന് മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന് 108 തവണ ജപിക്കുക. ഇതാണ് ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:22-നും 7:45-നും ഇടയിലുള്ള സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിളക്ക് കത്തിക്കുന്നവർ വിളക്ക് കത്തിച്ച് ഓം നമഃശിവായ ചൊല്ലാവുന്നതാണ്. ചിലർക്കത് പറ്റണമെന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സമാധാനമായിട്ടിരുന്ന്, ഉദാഹരണത്തിന് നിങ്ങളൊരു യാത്രയിലാണ് എന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്കിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സമാധാനമായിട്ടിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട്, ഇതാ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള വൈക്കത്തപ്പൻ്റെ ഈ രൂപമൊക്കെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്തൊന്ന് പ്ലേ ചെയ്ത് ആ രൂപത്തിൽ നോക്കിക്കൊണ്ട് ഭഗവാനെ മഹാദേവനെ ഓം നമഃശിവായ ചൊല്ലി 108 തവണ ഓം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്ത് കാര്യം ഓം നമഃശിവായ ചൊല്ലിയിട്ട് നാളെ ഇതുപോലെ ഭഗവാനോട് പറഞ്ഞാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് വാക്കാണ്, ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഏത് കാര്യം നിങ്ങൾ പറഞ്ഞാലും, എന്ത് സങ്കടം നിങ്ങൾ പറഞ്ഞാലും അത് നടന്നു കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാ അമ്മമാരും ഞാൻ ഈ പറയുന്ന കാര്യം വീട്ടിലൊന്ന് ചെയ്യണേ. വീട്ടിലെ ഗൃഹനാഥ
ഗൃഹനാഥന്മാരെല്ലാവരും നാളെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്യണം. ചെയ്യേണ്ട മറ്റൊന്നുമല്ല, നാളെ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പം നിലവിളക്കിനോടൊപ്പം ഒരു ശിവചിത്രം കൂടി അടുത്ത് വെക്കുക. നിലവിളക്കിനടുത്തായിട്ട് അല്ലെങ്കിൽ ശിവചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിക്കുക. അങ്ങനെ ചെയ്യുക. പൂജാമുറി ഉള്ളവർക്ക് അവിടെ ചെയ്യാം. അതല്ല വീട്ടിൽ പൂജാമുറിയിൽ അല്ല ഉമ്മറത്തൊക്കെ വിളക്ക് വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഉമ്മറത്ത് വിളക്ക് വെക്കുന്നതിനോടൊപ്പം ശിവചിത്രമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ഐശ്വര്യമായിട്ട് ഒരു ശിവചിത്രം കൂടി ആ നിലവിളക്കിന് അടുത്ത് വെച്ച് ആ നിലവിളക്കിന് തിരി തെളിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് ആ ശിവചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് കൂടെ സങ്കല്പിച്ച് വൈക്കത്തപ്പനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് കൂടി കത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നെയ്വിളക്ക് തെളിയിച്ച് ശിവചിത്രത്തിന് മുന്നിൽ പൂക്കൾ അർപ്പിച്ച്, പൂക്കളെന്ന് പറയുമ്പം കൂവളത്തിലകൾ നിങ്ങൾക്ക് സമർപ്പിക്കാം, എരിക്കിൻ പൂവ് സമർപ്പിക്കാം, ശിവനരളിപ്പൂവ് സമർപ്പിക്കാം. ഇത് മൂന്നുമായിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് പറയുന്നത്. കൂവളത്തില കിട്ടുമെങ്കിൽ അതുകൊണ്ടുവന്ന് സമർപ്പിക്കാം, എരിക്കിൻ പൂവ് സമർപ്പിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ശിവനരളിപ്പൂവ് ഏറ്റവും നല്ലതാണ്, ശിവനരളിപ്പൂവ് സമർപ്പിക്കാം. ഇനി ഇത് മൂന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തുളസിപ്പൂവായാലും മതി എന്നുള്ളതാണ്. അപ്പം ഇത് മൂന്നും കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും തന്നെ സമർപ്പിക്കുക. ഇത് മൂന്നിലേതെങ്കിലും ഒന്നെങ്കിലും സമർപ്പിക്കുക. സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഇരു കൈകളും കൂപ്പി ഓം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക. അതോടൊപ്പം വൈക്കത്തപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ കൂടി നിങ്ങൾ ചൊല്ലുക. അതിൻ്റെതായ എല്ലാ ഉയർച്ചയും ആ വിളക്ക് തൊഴുന്ന വ്യക്തിയിലൂടെ ആ വീടിനും ആ വ്യക്തിക്കും വന്നു ചേരുന്നതാണ്. വൈക്കത്തപ്പൻ്റെ സങ്കല്പം പറഞ്ഞല്ലോ, അപ്പം ആ സങ്കല്പം അനുസരിച്ച് വേണം പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പം നാളെ വിളക്ക് വയ്ക്കുമ്പം ഓം ദക്ഷിണാമൂർത്തിയേ നമ, ഓം കിരാതമൂർത്തിയേ നമ, ഓം സാംബശിവായ നമ, ഓം വൈക്കത്തപ്പായ നമ എന്നുകൂടി ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അവിടെ തിരുവാറാട്ട് നടക്കുന്ന സമയം നിങ്ങൾ വീട്ടിൽ വിളക്ക് വെച്ച് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ നിങ്ങളുടെ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങളെ കാണാനായി ഭഗവാൻ വരും. ഇരു കൈകളും നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും തലയ്ക്ക് കൈവച്ച് ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും. എൻ്റെ നാവ് പൊന്നാകും. ഇക്കാര്യത്തിൽ മഹാദേവനെ പറ്റിയാണ് പറയുന്നത്, സാക്ഷാൽ പരമേശ്വരനെ പറ്റിയാണ് പറയുന്നത്. ഒരിക്കലും വെറുതെ ആകില്ല, നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന അമ്മമാർ ഈ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നാളത്തെ ദിവസം വീട്ടിനടുത്ത് ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം കുളിച്ചു തൊഴാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നാളെ ഒരു ശനിയാഴ്ചയും കൂടാണ്. അപ്പം ശനിയാഴ്ചയും വൈക്കത്തഷ്ടമിയും കൂടെ ചേർന്ന് വരുന്ന ദിവസം എന്നുള്ള ഒരു പ്രത്യേകതയും നാളത്തെ ദിവസത്തിനുണ്ട്. അപ്പം നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായ ഐശ്വര്യത്തോടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശിവഭഗവാന് നല്ല കൂവളത്തിലകൾ വാങ്ങി ആ നടക്കിൽ സമർപ്പിക്കുക. ഭഗവാൻ ഏറ്റവും പ്രസീതനാകും, ഏറ്റവും സംപ്രീതനാകും. നിങ്ങൾ എന്ത് കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് വരമായി നൽകപ്പെടും. ഒരു വർഷത്തെ ഫലം കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പം നാളത്തെ ദിവസം വൈകുന്നേരം അമ്പലത്തിൽ പോയി കുളിച്ച് ഭഗവാനെ കണ്ട് തൊഴുത് ഒരു കൂവളത്തിൽ അല്ലെങ്കിൽ ഒരു കൂവളമാല കൂടി ഭഗവാൻ അവിടെ സമർപ്പിക്കുക. അതിൽ പരം ഒരു പുണ്യം ഒരമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ഒരു കുടുംബനാഥയ്ക്കോ വന്നു ചേരാനില്ല എന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ നാളെ ആ ഒരു കാര്യവും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യം നാളത്തെ ദിവസം വൈക്കത്തപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യൂ. നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും തീരും. എൻ്റെ നാവ് പൊന്നാകും. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. നന്ദി, നമസ്കാരം.